വൈക്കം വിജയലക്ഷ്മി ചേച്ചിയാണ് ക്ലബ് എഫ് എമ്മിൽ ആദർശിന്റെ കൂടെ. എന്തുകൊണ്ട് രൺകണക്കിന് ഫൺ. ഓക്കെ സെറ്റ്. ഉയർന്നു വാ അങ്ങുവാന ടോണിൽ ഇറങ്ങിയിട്ട് ടോബിനോ വിളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് എന്നുള്ളൊരു കാര്യം വിളിച്ചായിരുന്നു. എന്നിട്ട് വിളിച്ചു. പുള്ളിയും പറഞ്ഞു അവാർഡിന്റെ മണം ഉണ്ട്. 72ാമത് നാഷണൽ അവാർഡ് കിട്ടി. നമ്മുടെ മമ്മൂക്കയുടെ കൂടെയാണ് കിട്ടിയിരിക്കുന്നത്. അതെന്തൊരു ഭാഗ്യം വന്നേ. വിളിച്ചിരുന്നു അതിനുശേഷം? മമ്മൂക്കയോട് സംസാരിച്ചായിരുന്നു. എന്നോട് സംസാരിച്ചു എവിടെയാണ് അവാർഡൊക്കെ കിട്ടിയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും കൂടെ വാങ്ങിക്കാമല്ലോ. നല്ല ചിരിച്ചു പോയി. സക്സസ് വരുന്ന സമയത്ത് നമ്മള് മാറ്റി നിർത്തേണ്ട ഒരു സ്വഭാവവും കൂടെ കൊണ്ടുപോവേണ്ട ഒരു സ്വഭാവം എന്താണ്? എളിമയും വിനയവുമാണ് കൂടെ കൊണ്ടു നടക്കേണ്ടത്. മുട കൊള്ളൂല. മുടയാണ് ദൂരെ മാറ്റി നിർത്തേണ്ടത്. മമ്മൂക്ക പറഞ്ഞല്ലേ മുട കണ്ട എടപെടും. എങ്ങാണു നീ എവിടാണു നീ പറ പറ. രമേശ് പിഷാരടി ചേട്ടൻ പാടിയതാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതല്ല. ബാഹുബലി വരെ എത്തിയല്ലേ? അതെ അതെ. കീരവാണി സാറിന്റെ ആയിട്ടുള്ള വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അത് സാർ അന്നേരം റെക്കോർഡിംഗ് സമയത്ത് ഇല്ലായിരുന്നു കേട്ടോ, അത് കഴിഞ്ഞാ വന്നേ. അപ്പൊ സാറ് പറഞ്ഞു ഓക്കെ ഒന്നും പറയാനില്ലാന്ന് പറഞ്ഞു. പൊന്നാനച്ചന്തം വിരിയവേ പടയണി മേളത്തിൽ താളത്തിൽ നാനാനി താനാനി നാനി. ഓണം വേറെ ലീഗാക്കാൻ, ഏതൊരു പാട്ടിനെയും വേറെ ലീഗാക്കാൻ കഴിവുള്ള നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം വൈക്കം വിജയലക്ഷ്മി ചേച്ചിയാണ് ക്ലബ് എഫ് എമ്മിൽ ആദർശിന്റെ കൂടെ. ഹായ് ചേച്ചി, വെൽക്കം ടു ക്ലബ് എഫ് എം. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട്? ഓണം എങ്ങനെ പോകുന്നു? ഓണം അടിപൊളി സൂപ്പർ അല്ലേ? ഇപ്പൊ ഒന്നുകൂടെ ഇരട്ടി മധുരമായില്ലേ? നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഓണം അല്ലേ? ഓക്കെ. അപ്പൊ ഗംഭീരമാണ്. ഇത്തവണ ട്രിവാൻഡ്രത്ത് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. എവിടെയാണ്? കഴക്കൂട്ടത്ത് ഗ്രീൻഫീൽഡ്. ഓ അടിപൊളി. അപ്പൊ അതാണ് ഇത്തവണത്തെ ഓണം. അതെ അതെ. ഓക്കെ ചേച്ചി, വീട്ടുകാരുമായിട്ടുള്ള ഒരു ഓണത്തിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? പണ്ടത്തെ ഒരു ഓണം, ഇപ്പോഴത്തെ ഒരു ഓണം, വ്യത്യാസങ്ങളൊക്കെ. ഇപ്പോഴത്തെ ഓണത്തിന് ടൈമില്ലല്ലേ, പിന്നെ പ്രോഗ്രാം വന്ന പിന്നെ ടൈമുകളിലായിരുന്നു. അതിനു മുമ്പ് വീട്ടുകാരുമായിട്ട് കളിയൊക്കെ ആയിരുന്നു ഓണത്തിന്. കഞ്ഞിയും കൂട്ടാനും കളിയാ. എന്താണത്? അമ്മായിയുടെ മക്കളെല്ലാരും കൂടി 5 പേര് പിള്ളേരെല്ലാരും കൂടെ വന്ന് കഞ്ഞിയും കൂട്ടാനും വയ്ക്കുക, ഓണസദ്യ ഉണ്ടാക്കുക. സാങ്കല്പികമായ വാഴയില തോരൻ, കുമ്പളങ്ങാത്തോലി സാമ്പാർ, വെള്ളരിക്കാത്തോലി മോരുകറി, ഇങ്ങനെയൊക്കെയാണ്. അച്ചിങ്ങയുടെ തൊലി വെച്ച് നല്ല മെഴുക്ക് വരട്ടിയ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കും കേട്ടോ. ഞങ്ങള് കുറെ കൂട്ടാനുണ്ടാക്കുമായിരുന്നു. ഇപ്പോഴാണ് അതിന് ടൈം കിട്ടുന്നില്ല. ചിലപ്പോ ഇന്നൊന്നും ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്ന് സംശയമാണ്. ഇന്നുണ്ടാക്കിയാലോ എന്നൊരു ആലോചന. അതെ, ഇത്തവണത്തെ ഓണത്തിന് ഉണ്ടാക്കിയാലോ എന്നല്ലേ? അതെ. അപ്പൊ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി എന്തായിരിക്കും സദ്യയില്? എന്തെന്നാ കാളൻസ് ആൻഡ് അവിയൽസ്. ഓ, അതാണ് ഏറ്റവും ഇഷ്ടം. അതെ അതെ, അടിപൊളി സാധനം. പായസം വല്ല വെറൈറ്റി വല്ലതും വേണോ? ഓട്സ് പായസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാം ബ്രേക്ക് ചെയ്യണം അല്ലേ? അതെ അതെ, അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഓട്സ് പായസം. പിന്നെ എന്തൊക്കെ വെക്കാം? റാഗി പായസം ഒക്കെ വെച്ചാൽ എന്താ കുഴപ്പം? അതെ, വെക്കാല്ലേ? എന്തുകൊണ്ട് ശരിക്കും ചേച്ചി ഇടയ്ക്ക് ഞാൻ മുമ്പ് സംസാരിച്ചപ്പോ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോ എന്നൊരു അതെ, അതെങ്ങനെയാണ് വന്ന ആ ഒരു സാധനം? അത് അപ്പുറത്തെ വീട്ടിലെ പൂച്ചയുടെ സൗണ്ട് കേട്ട് ഞാനും അമ്മയൊക്കെ തമ്മിൽ പറഞ്ഞു മ്യാവുമായി. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഒരു കോഡ് ലാംഗ്വേജ് പോലെയാണോ? ഓക്കെ, സ്ഥിരം സംസാരിക്കുമ്പോ മ്യാവ് യൂസ് ചെയ്യുന്നുണ്ട്. അതെ, എല്ലാരും യൂസ് ചെയ്യാൻ തുടങ്ങി. ദാസേട്ടൻ വരെയും എം ജയേന്ദ്ര സാറും എല്ലാവരും. ചേച്ചി ഇപ്പം നമ്മളെ ചേച്ചിയുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. ചേച്ചിയെ പോലെ തന്നെ ഈ വീട് കാണുമ്പോഴും ഭയങ്കര പോസിറ്റീവ് ഒരു അപ്രോച്ച് ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ എന്തായാലും ഈ ഇത്ര ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ചേച്ചി ഇതിൽ ഏതൊക്കെ വായിക്കും? ഇതില് സാധാരണ വീണ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. ജയറാമേട്ടൻ തന്നത് അത് ഇച്ചിരി പണിയാണ്. പിന്നെ ഗായത്രി വീണ പ്രധാനമായ ഒറ്റക്കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് വായിക്കുന്ന, ലോകത്തില് ആദ്യമായി വായിക്കുന്ന ഉപകരണം വായിക്കും. അതുകൂടാതെ തന്നെ കസുണ്ട്, മൃദംഗമുണ്ട്, തബലയുണ്ട്, തകില് വായിക്കും. ഇവിടെ ഒന്നുമില്ല. ഋതം പാഡ് നോക്കിയിട്ടുണ്ട്, കീബോർഡ് വായിച്ചിട്ടുണ്ട്, കീബോർഡൊക്കെ വായിക്കും, ഘടകമൊക്കെ നോക്കിയിട്ടുണ്ട്. ഈ ഗായത്രി വീണയുടെ കാര്യം പറയുമ്പോൾ 6.5 മണിക്കൂറോളം അടുപ്പിച്ച് വായിച്ച് ഒരു റെക്കോർഡൊക്കെ ചെയ്തു. വേൾഡ് റെക്കോർഡ് ലഭിച്ചു, ഡോക്ടറേറ്റ് ലഭിച്ചു. 2017 ഗായത്രി വീണ വായിക്കാൻ ഭയങ്കര പാടാണോ? എങ്ങനെയാണ്? അതില് സ്വരസ്ഥാനങ്ങളൊന്നും ഇല്ല, മനസ്സിൽ നിന്ന് എടുത്ത് വായിക്കുന്ന. സാധാരണ വീണയ്ക്ക് ഫ്രെറ്റ്സുകളുണ്ട്, സ്വരസ്ഥാനങ്ങൾ ഓരോന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 7 തന്തികളുണ്ട്. ഇതില് ഒരു തന്തിയേ ഉള്ളൂ, സ്വരസ്ഥാനങ്ങളില്ല, മാർക്ക് ചെയ്തിട്ടില്ല. മനസ്സിൽ നിന്ന് എടുത്ത് വായിക്കുന്നു. ചേച്ചിക്ക് 100-ലധികം രാഗങ്ങളൊക്കെ കാണാപ്പാടമാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്, ശരിയാണോ? ഏതാണ്ടൊക്കെ ഇനി അറിയാൻ കിടക്കണേ ഉള്ളു, ഇതൊന്നും അല്ല. 100-ലധികം അറിയാം ഉറപ്പാണ് തോന്നുന്നു. അതെ അതെ. 1.5 വയസ്സിലാണോ ശരിക്കും പാട്ടുപാടി തുടങ്ങിയത്? ചെന്നൈ വെച്ച് തന്നെ. അന്ന് എങ്ങനെയായിരുന്നു പാട്ടിനോടുള്ള ഇഷ്ടം? എപ്പോഴായിരുന്നു സ്റ്റാർട്ടായത്? 1.5 വയസ്സിൽ തന്നെയാണ് അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞത്. ഞാൻ ജനിച്ചത് തന്നെ വിജയദശമി നാളില്, എല്ലാവർക്കും അറിയാല്ലേ? 1981 ഒക്ടോബർ 7. നീ ഇപ്പൊ പിറന്നാൾ വന്നിട്ട് കേട്ടോ. അപ്പൊ അന്നേരം ക്ലബ് എഫ് എമ്മില് പാട്ടൊക്കെ വയ്ക്കൂലേ? പിന്നെ ഒക്ടോബർ 7-ാം തീയതി
വിജയലക്ഷ്മിയുടെ ബർത്ത്ഡേ നമ്മൾ കുറെ പാട്ടങ്ങൾ വയ്ക്കുക. കേൾക്കാറുണ്ടല്ലേ അപ്പോ? പിന്നല്ല, ഞങ്ങൾ ക്ലബ് ഓഫിന്റെ ഒക്കെ ആരാധിക്കുക പണ്ടേ. അതെ, താങ്ക് യു. പണ്ടും കേൾക്കുക, ഇപ്പോഴും കേൾക്കും. പക്ഷെ ഇവിടെ കിട്ടുന്നില്ല. യാത്രയ്ക്ക് പോകുമ്പോ കേൾക്കുക, വിളിക്കുക. പണ്ട് സ്ഥിരം വിളിക്കുമ്പോ ചോദിക്കുന്ന ഒരു പാട്ട് ഏതായിരുന്നു എപ്പോഴും വെച്ച് തരാനായിട്ട് കൂടുതൽ ചോദിച്ചിട്ടുള്ള പാട്ട്? ഞാൻ പണ്ട് ഏതൊക്കെയായിരുന്നു ചോദിച്ചിട്ടുണ്ട്, കുറെ ചോദിക്കുമായിരുന്നു. എം ജയചന്ദ്രൻ സാറിന്റെ പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? മൗനം സ്വരമായി ചോദിച്ചിട്ടുണ്ട്. ആയുഷ്കാലത്തിലെ ശ്രീരാഗമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഇപ്പൊ പറഞ്ഞ 3 പാട്ടുകളിൽ ഏതെങ്കിലും ഒരെണ്ണം പാടിത്തരാൻ പറ്റുമോ? പാടിത്തരാം. അപ്പൊ നമ്മള് ബൈ ഉടമ്പര പറഞ്ഞു സംഗീത 1.5 വയസ്സിൽ പാടുമായിരുന്നു. ചെന്നൈയിലായിരുന്നു. അച്ഛൻ അവിടെയായിരുന്നു ഇലക്ട്രിഫൈ, ഇവിടെ ഇലക്ട്രോണിക് ബിസിനസ് ഉണ്ടായിരുന്നു. 5 വയസ്സിൽ കേരളത്തിൽ വന്നു. വയ്ക്കത്ത് വന്നതിന് ശേഷം ദാസേട്ടന്റെയും MS അമ്മയുടെയും ബാലമുരളി സാറിന്റെയും കാസറ്റുകൾ കേട്ടുള്ള പഠനമായിരുന്നു. 5.5 വയസ്സിൽ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചുകൊണ്ട് സംഗീത സബര്യ ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ, വൈക്കം ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് സംഗീത സബര്യ ആരംഭിച്ചു. അപ്പൊ ഇത് ഏതൊക്കെ പാട്ടാണ്? മൗനം സ്വരമായി ചേച്ചി 3 പാട്ടുകൾ പറഞ്ഞു. ശ്രീരാഗം, ഇതിൽ ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പാടിത്തരാമോ? മൗനം സ്വരമായി, ഇതാണ് റഷ്യൻ ഇൻസ്ട്രുമെന്റ്. ഓക്കെ. ജിങ്കനമണിയൊക്കെ ഇതിലാണോ വായിച്ചത്? അതെനിക്കറിയാതെ. അതില് മൗനം സ്വരമായി വായിക്കാം കേട്ടോ. ഓ, അടിപൊളി, രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടിയാണ് ആയുഷ്കാലത്തിലെ ആ ഒരു പാട്ട്. അപ്പൊ എന്തായാലും ചേച്ചി നമുക്ക് ശ്രീരാഗമോ പാടിത്തരാൻ പറ്റും? അല്ലാണ്ട് ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതാ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ഏത് പാട്ടും വിജയലക്ഷ്മി ചേച്ചി പാടുമ്പോ വേറൊരു വൈബ് ആവുകയാണ്. അതെങ്ങനെയാണ്? അതെന്താണ്, നമ്മൾ ഇംപ്രൂവൈസേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. സരസാറിന്റെ കൂടെ കൂടിയ പിന്നെ ആണോ? ഈ എനർജിയുടെ രഹസ്യം എന്താണ്? എനർജി ഇത് തന്നെ. നമ്മള് സരസാറുമായിട്ടുള്ള എം ജയചന്ദ്രൻ സാറും നല്ല നല്ല ഗുരുക്കന്മാരുമായിട്ടുള്ള സഹവാസവും അച്ഛനും അമ്മയൊക്കെ കൊണ്ട് പറഞ്ഞു തരിക, പറഞ്ഞൊക്കെ തരുമായിരുന്നു. എനർജി ആയിട്ടിരിക്കണം. അങ്ങനെ ഓരോ കാലം കഴിയുന്തോറും എനർജി ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരികയായിരുന്നു. അത് തന്നെ. ചേച്ചി 72ാമത് നാഷണൽ അവാർഡ് കിട്ടി. അപ്പൊ നമ്മുടെ മമ്മൂക്കയുടെ കൂടെയാണ് കിട്ടിയിരിക്കുന്നത്. അത് എന്തൊരു ഭാഗ്യമാന്നേ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു. മമ്മൂക്കയുടെ കൂടെ എനിക്കും കൂടി പങ്കെടുക്കാമല്ലോ, നാഷണൽ ഒന്നിച്ച് വാങ്ങിക്കാമല്ലോ, ഒരു സന്തോഷമാണ്. രണ്ടുപേരും വൈക്കത്തുകാരെന്ന് പറയാൻ പറ്റുമല്ലേ? അടുത്തടുത്താണ്. അടുത്തടുത്താണേ. വിളിച്ചിരുന്നു അതിനുശേഷം? ഞങ്ങള് രമേശ് പിഷാരടി ചേട്ടന്റെ അടുത്ത് പോയപ്പോഴേ മമ്മൂക്കയോട് സംസാരിച്ചായിരുന്നു. പിഷാരടി ചേട്ടൻ വിളിച്ചത് ദുബായിലായിരുന്നു. അപ്പൊ എന്നോട് സംസാരിച്ചു എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു. അടിപൊളിയായിരുന്നു. അവാർഡൊക്കെ കിട്ടിയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് 2 പേർക്കും കൂടെ വാങ്ങിക്കാമല്ലോ. എന്നാലും ചിരിച്ചു പോയിരുന്നു. അന്നേരം ഭയങ്കര ചിരിയായിരുന്നു. എന്റെ പൊന്നോ എന്നൊക്കെ പറഞ്ഞു. പൊന്നോ. ഓക്കെ. മുമ്പ് ഇങ്ങനെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങുവാന കോണിൽ ഇറങ്ങിയിട്ട് ടോബിനോ വിളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് എന്നുള്ളൊരു കാര്യം. എന്നിട്ട് വിളിച്ചു. അതിനുശേഷം വിളിക്കുകയും ചെയ്തു. അത് നമ്മുടെ സ്റ്റാർ മാജിക് എന്ന ലക്ഷ്മി നക്ഷത്രം, അത് കഴിഞ്ഞപ്പോഴേ അതുവഴിയാണ് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. ലക്ഷ്മി ചേച്ചി, ലക്ഷ്മി കുഞ്ഞായിരുന്നു. പുള്ളി വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? പുള്ളിയും പറഞ്ഞു അവാർഡിന്റെ മണം ഉണ്ട്, പുള്ളി സംഭവം അടിപൊളിയാന്നൊക്കെ പറയും, ചേച്ചിയുടെ പാട്ടാ മുൻപന്തിയിൽ എന്നൊക്കെ പറയും. ക്ലൈമാക്സിനെ ഒറ്റയടിക്ക് എലിവേറ്റ് ചെയ്തൊരു സംഭവം അല്ലേ. ആ പാട്ട് പാടാണ്ട് ചേച്ചി ഞങ്ങള് വിടില്ല. അതെ. കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറി
ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഉയർന്നു വാ ഉയർന്നു വാ തടകളെ നീ ഉടച്ചു വാ ഉയർന്നു വാ ഉയർന്നു വാ ഉലകിനെ നീ ജയിച്ചു വാ. ഓ രോമാഞ്ചമല്ലേ, ലിറ്ററലി രോമാഞ്ചം. രോമാഞ്ച്. ഈ പാട്ടിൽ പറയുന്ന പോലെ ഉയർന്നു വാ. ചേച്ചിയുടെ ലൈഫിൽ ഒരുപാട് ഉയർച്ചകൾ ഇങ്ങനെ അടുപ്പിച്ചുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ സക്സസ് വരുന്ന സമയത്ത് നമ്മള് മാറ്റി നിർത്തേണ്ട ഒരു സ്വഭാവവും നമ്മള് നമ്മുടെ കൂടെ കൊണ്ടുപോവേണ്ട ഒരു സ്വഭാവം എന്താണ്? എളിമയും വിനയവുമാണ് കൂടെ കൊണ്ടു നടക്കേണ്ടത്. പിന്നെ ഈ ചില മുട കൊള്ളൂല, മുടയാണ് ദൂരെ മാറ്റി നിർത്തേണ്ടത്. മമ്മൂക്ക പറഞ്ഞല്ലേ, മുട കണ്ട വേടം, മുട പാടില്ല. നമ്മളൊന്നും ആയിട്ടില്ല, എന്തൊക്കെ ആയാലും നമ്മൾ അങ്ങനെ വിചാരിക്കാവുള്ളൂ. ചേച്ചിക്ക് ഒരുപാട് സെലിബ്രിറ്റി ഫാൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ളവർ വിളിക്കാറുണ്ടോ? സെലിബ്രിറ്റിയിലുള്ള ആൾക്കാർ ചേച്ചിയുടെ ഫാൻ ആണെന്നൊക്കെ വിളിക്കാറുണ്ട്, ഇഷ്ടം പോലെ. എടുത്തു പറയാനായിട്ട് ആരൊക്കെയാ? മൃദുല കുഞ്ഞുണ്ട്, സിത്തു ഉണ്ട്, നജീം ഭായി, നജീം വർഷാദ്, യോ 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 എന്നൊക്കെ പറഞ്ഞു. പിന്നെ മധുവണ്ണനും, മധുബാലകൃഷ്ണൻ, എല്ലാരും വിളിക്കൂട്ടെ. പുള്ളിയുടെ പാട്ടുകൾ, മധുബാലകൃഷ്ണന്റെ പാട്ടുകളിൽ ഏതെങ്കിലും ചേച്ചിക്ക് പാടാനായിട്ട് പറ്റുമായിരിക്കോ? ഞാൻ പറയട്ടെ, നമ്മുടെ ഉദയപുരം സുൽത്താൻ എന്നുള്ള ചിത്രത്തില് മധുവണ്ണൻ പാടിയൊരു പാട്ടുണ്ട്, ശിവനെ കുറിച്ച്, പരമേശ്വരനെ കുറിച്ചുള്ള സംഭവം. അത് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പാടാൻ പോകണം, എങ്ങും പാടിയിട്ടില്ല. കനകസഭാതലം മമ ഹൃദയം സ്വര തുളസീദളം മമനാദം കനകസഭാതലം മമ ഹൃദയം സ്വര തുളസീദളം മമനാദം നിത്യതരംഗിത ഗംഗാഭാവം മനസ്സി സദാശിവ താണ്ഡവ താളം നിത്യതരംഗിത ഗംഗാഭാവം മനസ്സി സദാശിവ താണ്ഡവ താളം കനകസഭാതലം മമ ഹൃദയം സ്വര തുളസീദളം മമനാദം കനകസഭാതലം മമ ഹൃദയം. എന്റെ പൊന്നോ, ശരിക്കും ഞാൻ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള ക്യാമറ ടീമും ഫുൾ ക്രൂ ഞെട്ടി. ആണോ? ശരിക്കും ഞെട്ടി. ഇത് വെറൈറ്റി, ഇതാരും പാടാറില്ല കേട്ടോ, നമ്മളിതൊക്കെ പൊടികെട്ടി എടുക്കുവാണേ. ഇതുവരെ പാടിയിട്ടുമില്ലല്ലേ? അങ്ങനെ ഞാൻ കച്ചേരിക്കൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ. ചേച്ചിക്ക് ഇപ്പോഴും ഇത്രയും ഒരുപാട് കാര്യങ്ങള്, നേട്ടങ്ങൾ കിട്ടി, ഇപ്പോഴും ചേച്ചിക്ക് ഉള്ള ഒരു ഡ്രീം എന്താണ്? എനിക്ക് ഇത് കൂടെ കിട്ടണം എന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു ഡ്രീം? ഇനിയുണ്ടല്ലോ, പത്മശ്രീ ഉണ്ട്, ഇങ്ങനെ കിടക്കുവല്ലേ, ഓസ്കാർ വരെയും പോകാം. ഓസ്കാർക്ക് പോവല്ലേ? പോകാമെന്ന് വിചാരിക്കുന്നല്ലേ, എല്ലാം ഭഗവാന്റെ കയ്യിൽ. നമുക്ക് പിന്നെ രാജാ സാറിന്റെ കൂടെയും AR റഹ്മാൻ സാറിന്റെ കൂടെയും ശരത് സാറിന്റെ കൂടെയും വിദ്യാജിയുടെ കൂടെ ഒക്കെ പാടണമെന്നുണ്ട്. എപ്പോഴെങ്കിലും ഇവര് വിളിച്ചിട്ടുണ്ടോ ഇവരെല്ലാരെങ്കിലും ഒക്കെ? രാജാ സാറിന് ഒരു പാട്ട് അയച്ചു കൊടുത്തായിരുന്നു, മറുപടി ഒന്നും വന്നില്ല. യുവൻ ശങ്കർ രാജ സാറിന്റെ ഒക്കെ പാടിയിട്ടുണ്ട്. റഹ്മാൻ സാർ വിളിക്കുമായിരിക്കുമല്ലോ, വിളിച്ചിട്ടില്ല. പാടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടല്ലേ? അതെ, വിദ്യാജി വിളിച്ചിട്ടുണ്ട്, സംസാരിക്കാറുണ്ട്. വിദ്യാസാഗർ സാറുമായിട്ട് സംസാരിക്കാറുണ്ട്. അത്രയും ശരത് സാറൊക്കെ ഭയങ്കര കൂട്ടല്ലേ. അപ്പം ചേച്ചിക്ക് ഇഷ്ടമുള്ള 3 സംഗീത സംവിധായകരുടെ പേര് പറയാൻ പറ്റുമോ? ദക്ഷിണാമൂർത്തി സ്വാമികൾ, ദേവരാജ് മാഷ്, പിന്നെ അല്ലാണ്ട് ഔസേപ്പച്ചൻ സാർ, കുറെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ 3 പേരുടെ പേരുകൾ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ AR റഹ്മാൻ സാറ്, ഔസേപ്പച്ചൻ സാറ്, ഗോപി സുന്ദർ 3 പേരുടെ പേര് പറയാണ്. അപ്പൊ ഈ 3 പേരുടെയും ഇഷ്ടമുള്ള ഒരു പാട്ട് ചേച്ചി പാടണം. അപ്പൊ ആദ്യം ആരുടെ പറഞ്ഞത്? റഹ്മാൻ സാറിന്റെ. റഹ്മാൻ സാറിന്റെ. ജാനകിയമ്മയുടെ സൗണ്ടിലൊന്നും പാടിയാലോ? ചേച്ചിയുടെ ഇഷ്ടം മാർഗഴി തിങ്കളല്ലേ. ജാനകിയമ്മ എങ്ങനെ പാടുന്നു അത് വേണേ. ജാനകിയമ്മയായിട്ട് വലിയ കൂട്ടല്ലേ. മാർഗഴി തിങ്കളല്ലവാ മതി കൊഞ്ചും നാളല്ലവാ ഇത് കണ്ണൻ വരും പൊഴുതല്ലവാ ഒരു മുறை ഉനത് തിരുമുഖം പാർത്താൽ വിടை തരും പല്ലവാ. ഓ, ഭയങ്കര രസമുണ്ട് ചേച്ചി. അത് റഹ്മാൻ സാറിന്റെ അല്ലേ? പക്ഷെ എനിക്ക് റഹ്മാൻ സാറിന്റെ ഒരു പാട്ട് ചേച്ചിയുടെ ശബ്ദത്തിൽ കേൾക്കണം. ഏതായാലും കുഴപ്പമില്ല, ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോ. നമ്മളേ കാതൽ റോജാവിന്റെ മലയാളം പാടാന്ന് പറഞ്ഞില്ലേ? പാടിക്കോ. അതാണ് കാതൽ റോജാവേ. രമേശ് പിഷാരടി ചേട്ടൻ പാടിയതാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതല്ല. പ്രേമ റോസാപ്പൂവേ എവിടെ നീ എവിടെ കണ്ണീർ വരുന്നുണ്ടടി കണ്ണിൽ. പ്രേമ റോസാപ്പൂവേ
എവിടെ നീ എവിടെ, കണ്ണീർ വരുന്നുണ്ടടി കണ്ണിൽ, കണ്ണിനുള്ളിൽ നീയ, കണ്ണടച്ചാൽ നീയ, കണ്ണിനുള്ളിൽ നീയ, കണ്ണീരിൽ നീയ, കൺമുന്നിൽ നോക്കിയാൽ നെഞ്ചിനുള്ളിൽ നീയ, എങ്ങാണു നീ, എവിടാണു നീ, പറ പറ. ഇത് ഇതിനു മുമ്പ് ചേച്ചി പാടിയിട്ടുണ്ടോ എവിടെയെങ്കിലും? ആ ഉണ്ട്. സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ടോ? സ്റ്റേജിലും പാടിയിട്ടുണ്ട് ഗാനങ്ങളൊക്കെ. അപ്പൊ ഇത് പാടിയപ്പോ എന്തായിരുന്നു ആൾക്കാരുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പറ പറ, അത് കൊള്ളാന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ എല്ലാരും ചിരിയായിരുന്നു അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പൊ ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത മ്യൂസിക് ഡയറക്ടർ ആരായിരുന്നു നമ്മൾ പറഞ്ഞത്? ഔസേപ്പച്ചൻ സാർ. യെസ്. നമ്മൾ പണ്ട് ക്ലബ് എഫ് എമ്മിൽ ചോദിച്ചിരുന്നത് കാശിത്തുമ്പക്കാവായി നീലവാനം മേടപ്പാടം നീളെ ശ്യാമരാഗം വെൺമേഘപ്പാളി മതമിളകും പൊന്നാന ചന്തം വിരിയവേ പടയണി മേളത്തിൽ താളത്തിൽ നാനാനി താനാനി നാനി. ഇത് ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെയല്ലേ? ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഉടനെ ക്യാച്ച് ചെയ്ത് അത് പാടും. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു 2 തവണയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു പാട്ടിന്റെ എല്ലാം പഠിച്ചെടുത്ത് പാടാൻ പറ്റുമെന്ന്. ശരിയാണോ? അത് വീട്ടിൽ വെച്ച് ഇവിടെ വെച്ച് പഠിക്കുമ്പോഴേ പറ്റുള്ളൂ കേട്ടോ. ആദ്യം രാവിലെ അനുപല്ലവി, രാത്രി ചരണം, അങ്ങനെയൊക്കെ പഠിച്ചാലേ പാടാൻ പറ്റുള്ളൂ. പോണ വഴിക്കൊന്നും കേട്ടാ പറ്റൂല കേട്ടോ. ഞാൻ എല്ലാവരോടും പറയും, ഈ പാട്ട് അയച്ചു വരുമ്പോഴേ പോകുന്ന വഴി കേട്ട് പഠിക്കാൻ പറഞ്ഞാൽ പറ്റൂല. നേരത്തെ തന്ന സമയം എടുത്തിരുന്നു അല്ലെ? അങ്ങനെ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെയാണ് കാര്യം. ഇനി നമ്മുടെ മൂന്നാമത്തെ ആദ്യം പറഞ്ഞു ഗോപി സുന്ദർ വാണിയമ്മയുടെ സൗണ്ടിൽ പാടാൻ പോവാണേ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി, നറുചിരി 4 മണി പോവ പോൽ വിരിഞ്ഞുവോ, ചെറുമഷിത്തണ്ടു നീട്ടി വന്നെടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാൻ ആദ്യമായി. ഓ ക്യൂട്ട്. ചേച്ചി ഇപ്പം മലയാളത്തിലും ചേച്ചി പല ലാംഗ്വേജിൽ പാടിയിട്ടുണ്ട്, ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ചേച്ചി ഏതെങ്കിലും പാട്ടുകൾ റിജക്ട് ചെയ്തിട്ടുണ്ടോ? അതായത് ചേച്ചി പാടണ്ടെന്ന് വിചാരിച്ച് റിജക്ട് ചെയ്ത പാട്ടുകൾ പിന്നീട് ഇറങ്ങി ഹിറ്റായ പാട്ടുകൾ വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല. ആ പിന്നെ റിജക്ട് ചെയ്ത ഈ ഏതോ ഒരു തമിഴാണോ, ഒരു വർത്തമാനം മാത്രം റാപ്പ് എന്തോ, അത് ഭയങ്കര ഒച്ച എടുത്ത് പാടണം, അത് സ്ട്രെയിൻ ആകുമെന്ന് വെച്ച് ഞാൻ റിജക്ട് ചെയ്തിട്ടുണ്ട്. ആ എന്തോ ഒരു ആൽബം ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞത് പറ്റൂല, സ്ട്രെയിൻ ആണ്. അതുകൊണ്ട് അത് വിട്ടിട്ടുണ്ട്. ചേച്ചി ഇപ്പൊ ഒരു പാട്ട് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഒരാള് ഒരു മ്യൂസിക് ഡയറക്ടറെ ചേച്ചിയെ വിളിക്കുകയാണ്, ഇന്നൊരു പാട്ടുണ്ട് പാടണം എന്ന് പറയുന്നെങ്കിൽ ചേച്ചിക്ക് അത് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്? ഒരു പാട്ട് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ ശരി എന്ന് പറയും. അങ്ങനെ പാട്ട് അയച്ചു തരുമല്ലോ അവര്. അപ്പൊ കേട്ട് കഴിയുമ്പോ ഓക്കെയാണ്. മിക്കവാറും അങ്ങനെ ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടില്ല കേട്ടോ നമ്മളെ. അങ്ങനെയുള്ള വേണ്ടാന്ന് വേണ്ട സിനിമകളോ അങ്ങനെയൊന്നുമില്ല, ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടില്ല. അപ്പൊ ഞാനങ്ങ് പാട്ട് അയച്ചു തരുമ്പോ കേട്ട് പഠിക്കുക, അവിടെ പോയി പാടുക, അങ്ങനെ സെലക്ട് ചെയ്യും. അയച്ചു തന്നെ പാട്ടൊക്കെ എല്ലാം സെറ്റപ്പ് സൂപ്പർ സാധനങ്ങളാട്ടോ എല്ലാം. അത് അടിപൊളി വെറൈറ്റികളാ നമുക്ക് തന്നെ. അടിപൊളി. ഇപ്പൊ ഞാൻ ചേച്ചിനെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവാണ്. ആ ഒരു സമയത്ത് ഇതുപോലെ ഓണമൊക്കെ വരുമ്പോ സ്കൂളിൽ മെയിൻ ആയിട്ട് പാടുന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും പണി. അവരെ പിടിച്ച് എല്ലാ പരിപാടിക്കും കയറ്റും, അവരെ കൊണ്ട് പാട്ടുകളൊക്കെ പാടിപ്പിക്കും. എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു ഓണം? അന്നത്തെ ഓണത്തിന് അടിപൊളിയായിരുന്നു കേട്ടോ. സ്കൂളില് ഓണത്തിന് വീട്ടിലിരിക്കുവാ, ചിലപ്പോ സ്കൂളിൽ പോകാറില്ല. അവധിയല്ലേ, പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അവധിയാ. ഓണാഘോഷത്തിനൊന്നും ഞാൻ അങ്ങനെ കൂടിയിട്ടില്ല കേട്ടോ. ഞാൻ പോയിട്ടില്ല ശരിക്കും പറഞ്ഞു. അത് കാരണം അങ്ങനെ അല്ലാണ്ട് പാടിക്കാറുണ്ട് കേട്ടോ. അല്ലാണ്ട് ഈ പൊന്നോണം വന്നു ഒക്കെ അന്ന് പോലും പാടുന്നാട്ടെ. പൊന്നോണം വന്നു പൂമ്പട്ടു വിരിക്കൂ നീ പൊന്നിലഞ്ഞീ തണലേ, ഒന്നുമറിയാത്ത പിഞ്ചോമനകളായി വന്നു നിൽക്കുന്നു നമ്മൾ, ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ. ഇതാണ് സ്കൂളിൽ കൂട്ടുകാരെല്ലാരും കൂടെ പാടും. ഓ, സ്കൂളിൽ അങ്ങനെ പാടി തുടങ്ങിയ ആള് അങ്ങ് ബാഹുബലി വരെ എത്തിയല്ലേ? അതെ അതെ. കീരവാണി സാറിന്റെ അണ്ടറിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അത് സാർ അന്നേരം റെക്കോർഡിംഗ് സമയത്ത് ഇല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞാ വന്നേ. അപ്പൊ സാറിന് പറഞ്ഞു ഓക്കെയാന്ന്, പറയാനില്ലാന്ന് പറഞ്ഞു. ഓക്കെ. ഈ കൈക്കോട്ടും പാട്ടുണ്ടല്ലോ, അതെന്തായിരുന്നു ചേച്ചിക്ക് പറഞ്ഞത്? ആ പാട്ടിന്റെ ഒരു ആംബിയൻസും അതിന്റെ കാര്യങ്ങളൊക്കെ കോളേജിന്റെ ഒരു സംഭവമൊക്കെ ആയിരുന്നു. 2ാം സെമസ്റ്ററിൽ തീർന്നു, അതൊക്കെ പറഞ്ഞു തന്നു. ഒരു മകന്റെ
ഉമേഷിനെ കുറിച്ച് എന്താണ് പറഞ്ഞു തന്നെ ആ ഒരു സീനിനെ കുറിച്ച് എന്താ പുള്ളിക്ക് അധ്വാനിക്കാനും മേലെ പേരും പണവും വേണോം താനും. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു പുള്ളി. അങ്ങനെയല്ലേ, അധ്വാനം വയ്യ, കൊല്ലാത്ത പഹയന് അധ്വാനം വയ്യ, പക്ഷെ പേരും പണവും വേണം. ആ ഒരു മടിയൻ കഥാപാത്രം അങ്ങനെയായിരുന്നു. ആ രീതിയിൽ പാടണമെന്ന് പറഞ്ഞു ഷാൻ റഹ്മാൻ ഇക്ക. പാടിക്കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു അടിപൊളി എന്നുകൊണ്ട് വേറൊരു വാക്ക്, ചേച്ചി സ്പാറിങ്. അതെ, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞല്ലേ, അന്നാണ് ഈ വാക്ക് കേൾക്കുന്നത്. ഓക്കെ. ചേച്ചിക്ക് ആദ്യം ഒരു പാട്ടുമായിട്ട് വന്നപ്പോ പാടി നോക്കിയപ്പോ ഇതെനിക്ക് പാടാണ് എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അത് ഞാൻ എങ്ങനെയെങ്കിലും പാടും എന്ന് വിചാരിച്ച് പാടിയെടുത്തൊരു പാട്ടുണ്ടോ? അതായതാന്നറിയാം, നമ്മുടെ ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് അതിന്റെ ശ്രുതി കൂടുതലായിരുന്നു. ഇപ്പൊ എന്നാലും പാടി. അതിന്റെ തമിഴ് വെർഷനാട്ടോ ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്. അത് ഇറങ്ങിയാന്നറിയാൻ പാടില്ല കേട്ടോ. എങ്കേ നാം കാണ് മൈതാനക്കളത്ത് മണ്ണ്, അത് ഹൈപ്പിച്ച് പാടി. റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുറച്ച് നാൾ മുമ്പ് ഒരു ട്രെൻഡിങ് ലിസ്റ്റിൽ കിടന്നൊരു പാട്ടാണ് അഞ്ജനമണി. അത് തന്നെ, അത് പിന്നെ ഒരു വിഷയമില്ലാത്ത പാട്ടായിരുന്നു. അത് ചെങ്ങന്നൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ഷൂട്ടിങ്. കൊഴുവല്ലൂരല്ലേ, അയ്യപ്പസ്വാമിയുടെ അമ്പലം. ഞങ്ങള് ദുബായിൽ നിന്ന് വന്ന് ഉടനെ അങ്ങോട്ട് പോകേണ്ടി വന്നു. രാത്രി 12 മണിക്കായിരുന്നു. എന്റെ പൊന്നു, ഗാനമേള എല്ലാരും പോയി കഴിഞ്ഞ്, അതിന് മുമ്പ് ഒരു ഗാനമേള ഉണ്ടായിരുന്നു. അപ്പൊ ഓഡിയൻസ് ഒക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ഇത്. പിന്നെ ദുബായിൽ നിന്ന് വന്ന് ഞാൻ ഉച്ചയ്ക്ക് ഉറക്കമൊക്കെ കഴിഞ്ഞാൽ പോയിട്ട്, ഞാൻ പറഞ്ഞു എന്നിട്ടേ വരുമ്പോഴൊന്നും പറഞ്ഞ് വൈകിട്ട് 4 മണിയപ്പോഴാ പോയേട്ടാ. പൊന്നു അഞ്ജന മണിക്കട്ടിലമ്മേ നല്ല പഞ്ഞാണിത്തേർമേ അഞ്ജന പർവ്വതം പോലെ മങ്ക കിടപ്പ് കാണുന്നേ, കുന്നത്ത് കൊന്ന പൂത്ത പോലെ വയനാടൻ മഞ്ഞൾ പോലെ കുഴൽമുടി മങ്ക തന്റെ മുഖമഴകാണേ, ആഹാ കാർമേഘങ്ങളെ വെല്ലുന്ന നല്ല കാർക്കൂന്തലം ബ്രഹ്മാവേ, കിഴക്കും കൊല്ലം ചങ്ങാതി കണ്ടങ്ങ് കൊതിച്ചു പോകുന്നേ. ശരിക്കും എനിക്കിങ്ങനെ ഫ്രണ്ടിൽ ഇരുന്ന് പാടുമ്പോ ഞാനിങ്ങനെ ഓരോ തവണ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ട് പറയുമ്പോ ചേച്ചി ആലോചിക്കുന്ന പോലും ഇല്ല, അല്ലെങ്കിൽ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പാട്ട് സ്റ്റാർട്ട് ആവുകയാണ്. അത് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ആർക്കും ഇല്ല എന്നൊക്കെ പറയാൻ പറ്റും, അത്രയ്ക്കൊരു ഭയങ്കരമായിട്ടുള്ള ടാലന്റ് ആണ്. ഓക്കെ. ഇനി എനിക്ക് ചോദിക്കാനുള്ള കാര്യം, നമുക്ക് വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്ന സിംഗറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, സിംഗറിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇതൊന്നും അല്ലാണ്ട് വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണ്? അതൊക്കെ ഉണ്ട്. സിനിമ ഇഷ്ടമാണ്, യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, കളി ഇഷ്ടമാണ്. എന്തൊക്കെയാണ്? കഞ്ഞിയും കൂട്ടാനാണ് ഏറ്റവും ഇഷ്ടമുള്ള കളി. പിന്നെ മിമിക്രി ഒക്കെ എല്ലാവർക്കും അറിയാലോ. മിമിക്രി എങ്ങനെ പഠിച്ചേ? അത് ശ്രീകാന്തൻ മാമനായിരുന്നു ഗുരു. വൈക്കം ശ്രീകാന്തൻ ബോത്തിന്നാ വിളിക്കുന്നത്. അപ്പൊ മിമിക്രി അറിയാവുന്ന ആളാണ്. പിന്നെ എന്താ പറയുക, ആവശ്യമില്ലാതെ ഈ പറഞ്ഞില്ലേ, ചില ആൾക്കാർക്ക് ശുണ്ഠി പിടിപ്പിക്കാൻ വരൂലേ, അതൊന്നും ഇഷ്ടപ്പെടാത്ത ആളാണ്. അങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അതൊന്നും ഇഷ്ടപ്പെടാത്ത ആളാണ്. ചുമ്മാ തമാശക്ക് കണാകുണ പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുക, അല്ലെങ്കിൽ അത് കണ്ട് ചിരിക്കുക, അതിനോടൊന്നും യോജിക്കാൻ പറ്റാത്ത ഒരാളാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. വഴക്ക് കേൾക്കുമ്പോ ചിലർക്ക് വഴക്ക് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും പറയും, അതൊന്നും ശരിയല്ല എന്ന് വാദിക്കുന്ന ആളാണ്. ചേച്ചി, ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ കഴിവാണോ അല്ല ആ വ്യക്തിയുടെ ആ ഒരു ഹാർഡ് വർക്ക് ആണോ സക്സസിലേക്ക് എത്തിക്കുന്നത്? കഴിവ് മാത്രമല്ല, ഹാർഡ് വർക്കും കൂടെ വേണം. രണ്ടും വേണം. ജന്മസിദ്ധമായ ഒരു കഴിവും പിന്നെ ഭാഗ്യം, ദൈവാധീനം, ഗുരുത്വവും ഉണ്ട്, ഹാർഡ് വർക്കും എല്ലാം ഉണ്ട്. അപ്പൊ ചേച്ചി, നമുക്ക് ഒരുപാട് പാട്ടുകൾ പാടിത്തന്നു, ഒരുപാട് കഥകൾ പറഞ്ഞു, വേറെ ഇഷ്ടമുള്ള പാട്ടുകാരുടെ പാട്ടുകളും പാടിത്തന്നു. എന്തായാലും ഈ ഓണം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ചേച്ചി നമ്മളോട് ഇത്രയും നേരം വന്ന് കുറെ കാര്യങ്ങൾ സംസാരിച്ചില്ലേ. എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ, ക്ലബ് എഫ്എമ്മിന്റെ കൂടെ വീണ്ടും ഓണം കൂടാൻ പറ്റി. ക്ലബ് എഫ്എമ്മിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, അപ്പൊ ഒരു പാട്ടില് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആയിക്കോട്ടെ, ടൺ കണക്കിന് ഫൺ. ഓക്കെ, സെറ്റ്. 16 പറമേലെ കുഴിയാനാ പടയുണ്ടേ, ഇന്നെന്നാലും ഓടാനല്ലേ യോഗം ചേകോനേ, പല നാളായി പലരോടും പറയാനായി പലതുണ്ടേ, പോരാടാനായി പോർക്കളമുണ്ടേ, ആയുധമില്ലെന്നേ, നാടും ഓടുന്നേ നാട്ടാരും ഓടുന്നേ, അതിലും അതിവേഗം ഇവനോടിപ്പായുന്നേ, ന്യായം തേടും നേരം ആരും കാണാതേതോ കിളികൾ എന്നും ഇവനോടൊപ്പം നൃത്തം വയ്ക്കും, കണ്ടില്ലേ നാട്ടുകാരെ നില്ല, ഇവനില്ലേ നാടിനെന്നും ജില്ല, നാടായ നാട്ടിലൊക്കെ ചെല്ല, ഇവനാണ് വീരനെന്ന് ചൊല്ല.